ഒരു ചെറിയ കുട്ടി തൻ്റെ അച്ഛനെയും അമ്മയുടെയും കൂടെ എവിടെ പോവുകയാണ്. വളരെ ധൈര്യത്തോടെ വേറെ ആൾക്കാർ മുമ്പിൽ വന്നു. കുട്ടിക്കൊരു പേടിയില്ല. ഒരു വലിയൊരു ആന വന്നു. ആനേനെ കണ്ടിട്ടും കുട്ടിക്ക് പേടിയില്ല. വളരെ ഭയമേ ഇല്ല. കാരണം തൻ്റെ പിന്തുണയ്ക്ക്, തൻ്റെ രക്ഷയ്ക്ക് തൻ്റെ അച്ഛൻ അടുത്തുണ്ട്, തൻ്റെ അമ്മ അടുത്തുണ്ട് എന്നുള്ള വിശ്വാസം ആ കുട്ടിക്കുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരുടെയും പരമപിതാവ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഭഗവാനെ വിശ്വസിച്ചാൽ ഭഗവാന്റെ സംരക്ഷണം ഉണ്ട് എന്ന് നമ്മൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നമ്മൾക്കും ഭയമില്ലാതെ പേടിയില്ലാതെ ജീവിതം ജീവിക്കാം. ഭഗവത്ഗീതയത്തെ 5-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ ശ്ലോകം. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിരിച്ഛതി ജ്ഞാത്വാ മാം ശാന്തിരിച്ഛതി. ഭഗവാനാണ് സുഹൃദം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും ജീവജന്തുക്കളുടെയും മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാറ്റിൻ്റെയും സുഹൃദം പറഞ്ഞാൽ അവരുടെ നന്മ ആലോചിക്കുന്ന ഒരേ ഒരു വ്യക്തി ഭഗവാൻ പരമപുരുഷൻ ശ്രീകൃഷ്ണനാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് അറിയുന്ന ആൾക്ക്, അത് വിശ്വാസമുള്ള ആൾക്ക്, അത് മനസ്സിൽ പൂർണ്ണമായിട്ട് ബോധ്യമുള്ള ആൾക്ക് സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ, അത് അറിഞ്ഞ ആൾക്ക് മാം ശാന്തിരിച്ഛതി, ആ ആൾക്ക് ശാന്തി, ശരിയായിട്ടുള്ള ശാന്തി കിട്ടും. സുഖമായിട്ട് ഉറങ്ങാം, സുഖമായിട്ട് ജീവിക്കാം, പേടിയില്ല. അതാണ് അതിൻ്റെ പീസ് ഫോർമുല എന്ന് പറയും. ശാന്തി കിട്ടാനുള്ള രഹസ്യ ശ്ലോകം ഭഗവത്ഗീതയിൽ ഇതാണ്. അപ്പോൾ എപ്പോഴും ഈ ശ്ലോകത്തിനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ അർത്ഥത്തിനെ മനസ്സിലാക്കുക. ഇപ്പോൾ ഏതോ ഒരു മനുഷ്യൻ ആരുടെയോ സുഹൃതമാണ്, അവരുടെ നന്മ വിചാരിക്കുന്ന ആളാണ്, പക്ഷെ അയാൾക്ക് കയ്യിൽ ശക്തിയില്ലെങ്കിലോ? അത് കാരണമാണ് ഭഗവാൻ പറയണത്. അതിന് മുമ്പ് സുഹൃതം സർവഭൂതാനം മുമ്പ് പറയുന്നത് ഭോക്താരം യജ്ഞതപസാം, എല്ലാം ഞാനാണ് ഭോക്ത എന്ന് പറയുന്നത്. എല്ലാം എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് നടക്കുന്നതാണ് ഭഗവാൻ പറയുന്നത്. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം, എല്ലാ ലോകങ്ങളുടെയും ഞാനാണ്, എൻ്റെ ആധിപത്യത്തിലാണ്, ഞാനാണ് രാജാവ്. ഇതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ സർവശക്തിമാനാണ്. അപ്പോൾ സർവശക്തിമാനായുള്ള വ്യക്തി നമ്മളുടെ ശുഭചിന്തകനാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ അമ്മ അച്ഛന്മാർക്കും തൻ്റെ മക്കളെ പറ്റി ആലോചിച്ചിട്ട് എവിടെ പോയോ എന്തായോ എന്നുള്ള വിവരം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സിൽ പേടിയുണ്ടാവും. പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ മക്കളുടെയും ശുഭചിന്തകൻ ഞാനാണ്, മറ്റുള്ളവരുടെ ശുഭചിന്തകനും ഞാനാണ്. അതേപോലെ നിങ്ങൾ ആരെയും ദ്വേഷവും വെക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നിങ്ങൾ ആരെ ദ്വേഷിക്കണോ അവരുടെയും ശുഭചിന്തകൻ ഞാനാണ്. നിങ്ങളെ ആരെങ്കിലും ദ്വേഷിക്കുന്നുണ്ടോ അവരെ ആലോചിച്ച് നിങ്ങൾ മനസ്സിൽ പേടിക്കേണ്ട. അവർ എന്തോ മന്ത്രവാദം ചെയ്യോ, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും മോശം ചെയ്യോ, നമ്മളെ എന്തെങ്കിലും ഉപദ്രവം ചെയ്യോ എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിൽ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഭഗവാൻ ആണ് നിങ്ങളുടെ സുഹൃതം, നിങ്ങളുടെ സുഹൃതമാണ്, നിങ്ങളുടെ സുഹൃതാണ്. നിങ്ങളുടെ ആത്മാർത്ഥയോടെ നിങ്ങളുടെ നന്മ ആലോചിക്കുന്ന ഒരേ ഒരു വ്യക്തി ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ സർവശക്തിമാനുമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അഹിതവും വരാനില്ല. ആ മനസ്സിൽ ആ വിശ്വാസം ദൃഢമായിട്ട് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കൂ. ഈ ശ്ലോകത്തിനെ എപ്പോഴും ചൊല്ലൂ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിരിച്ഛതി. ഇത് പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കൂ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, ഏത് നേരം ഇത് സ്മരിക്കൂ. നിങ്ങൾക്ക് എപ്പോഴും നല്ല ശാന്തിയും നന്മയും ഗുണവും വരും ജീവിതത്തിൽ. നമസ്കാരം.